ക്രിസ്തേശുവിലുള്ള പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം അനുസരണക്കേട് മത്സരത്തെ സൂചിപ്പിക്കുന്നു. ആധാരവാക്യമായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അനുസരണവും അതിൻ്റെ ദൈവത്തിൻ്റെ നിയോഗത്താൽ നമുക്ക് ലഭിക്കുന്നതായ വരങ്ങളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ദൈവഹിതം അനുസരിക്കാതിരിക്കുന്നവർക്ക് വലിയ ശിക്ഷകൾ ഉണ്ടാകുമെന്നും തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യനായിരുന്നപ്പോൾ മനുഷ്യൻ്റെ ഇടയിലേക്ക് പാപം കടന്നു വന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ സാത്താൻ്റെ ചതിയിൽ അകപ്പെടുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. അതിന് കാരണമായി തീരുന്നത് ദൈവം ആ കൽപ്പനയിൽ നമുക്ക് കാണുവാൻ ഇടയാകുന്നത് ഇങ്ങനെയാണ്: തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടുള്ളതല്ല. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഫലത്തിന് നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ളതായ എല്ലാവിധമാകുന്ന പ്രൗഢ ഗംഭീരമായ കഴിവുകളും ആ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ ഒളിഞ്ഞിരുന്നു. അത് മനുഷ്യൻ രുചിച്ചു നോക്കുവാൻ പാടില്ല എന്നത് ദൈവത്തിൻ്റെ ഹിതം ആയിരുന്നു. ഈ ഹിതമാണ് ദൈവത്തിൽ നിന്നും മനുഷ്യനെ നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പാപത്തിൻ്റെ ശക്തിയായ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഉത്ഭവസ്ഥാനമായ സാത്താനെ അനുസരിക്കുകയും സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ വീണു പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവവും മനുഷ്യനുമായി അകന്നു പോകുന്നത്. ഇവിടെ പാമ്പ് എന്ന നിഗൂഢത നിറഞ്ഞ അല്ലെങ്കിൽ കുശാഗ്രശാലിയായ ജീവി മനുഷ്യൻ്റെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് ഹവ്വയുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ഹവ്വയോട് ചോദിച്ചു, ദൈവം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഹവ്വയോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഹവ്വ പറഞ്ഞത്, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിഗൂഢത നിറഞ്ഞ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ഹവ്വയോട് സംസാരിക്കുകയാണ്, അത് നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. അപ്പോൾ ഇവിടെ മനുഷ്യനും ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. ഈ പാമ്പിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടുപോയ ഹവ്വയിൽ കൂടി ആദാമിൽ കൂടി മറ്റു മനുഷ്യരിലേക്കും പാപം ചെന്ന് എത്തപ്പെടുകയും അനുസരണക്കേടിൻ്റെ ദൂഷ്യഫലം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുന്നു. യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം നമ്മോട് പറയുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് മനസ്സോടെ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിക്കുന്നുവെങ്കിൽ ആത്മാവിലും സത്യത്തിലും അവയിൽ ഒന്നിനെയും അനുസരിക്കുന്നില്ല. ന്യായപ്രമാണം ആചരിച്ചിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരൻ ആയിത്തീർന്നു. യാക്കോബ് 2:10. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ കൽപ്പനകളെക്കുറിച്ച് പൂർണ്ണ ബോധവാനായിട്ട് ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ സകലത്തിലും തെറ്റിപ്പോകുന്നു. ഇവിടെ പറയുന്നത് ദൈവിക നിർദ്ദേശങ്ങളെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് അത് കൽപ്പന ലംഘനം എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പനയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപം ദൈവം ക്ഷമിക്കുകയില്ല. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മനുഷ്യൻ മുന്നോട്ട് ജീവിക്കുമ്പോൾ ദൈവിക വരങ്ങളെ പ്രാപിക്കണമെങ്കിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് അനുസരണം എന്നത്. ഇവിടെ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ അനുസരണക്കേട് കാണിക്കുകയും പിന്നീട് അതിൻ്റെ ദൂഷ്യഫലമായി ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നതായ എല്ലാ നല്ല ഫലങ്ങളും മനുഷ്യനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. ഇന്നും മനുഷ്യൻ പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തികൾക്ക് കീഴ്പ്പെടുന്നതിന് കാരണം എന്ന് പറയുന്നത് കൽപ്പന ലംഘനമാണ്. ദൈവം പറയുന്നത്
കൽപ്പനകളെ ആചരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവന് എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് ലഭിക്കും എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാനിടയാകുന്നത്, തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം. ഇന്ന് നമ്മൾക്ക് ഒരുപാട് നിറങ്ങൾ നിറഞ്ഞതായ ചില കാര്യാദികൾ ഈ ഭൂമിയിൽ മനുഷ്യന് കാണാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞത് നിറങ്ങളിലേക്ക് മനുഷ്യനെ ആകർഷിക്കുവാനുള്ളതല്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് കൽപ്പനകളാൽ ആലങ്കൃതമായ കൽപ്പനകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ഏദൻ തോട്ടത്തിൽ നിറങ്ങളാൽ നിറഞ്ഞ ഫലങ്ങളിലേക്ക് മനുഷ്യൻ ആകൃഷ്ടനായപ്പോൾ മനുഷ്യൻ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും പൂർണ്ണ ബോധവാനാവുകയും എന്നാൽ തിന്മകളുടെ അന്ധകാര ശക്തിയിലേക്ക് മനുഷ്യൻ വീണു പോവുകയും ചെയ്യുന്നു. ഇവിടെ തിന്മയിലേക്ക് മനുഷ്യനെ വീഴ്ത്തുന്നതായ ഏറ്റവും വലിയ ഘടകമാണ് കൽപ്പനാ ലംഘനം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് കൽപ്പനകളെ ലംഘിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇന്ന് മനുഷ്യൻ കണ്ടെത്തുന്നത് പ്രലോഭനങ്ങളിലൂടെയാണ്. ഇവിടെ പറയുന്നത്, തിരുവചനം നമ്മോട് പറയുന്നത്, നമ്മൾ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. മനുഷ്യന് അനുഗ്രഹങ്ങളെ ലഭിക്കുന്നതിനും പ്രലോഭനങ്ങളെ തിരിച്ചറിയുന്നതിനും ദൈവത്തിന്റെ കൽപ്പനകൾ കാലാകാലങ്ങളായിട്ട് മനുഷ്യനെ സഹായിക്കുന്നു. എന്നാൽ മനുഷ്യൻ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോവുകയും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരോധമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, പരീക്ഷകളിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആകയാൽ പരീക്ഷണങ്ങളൊക്കെയും വിജയിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ദൈവിക വരങ്ങളെ നേടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു കാര്യം മാത്രമാണ്, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ വചനങ്ങളെ ധ്യാനിക്കുവാനും ധ്യാനിച്ച വചനങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ടുള്ള സമയങ്ങൾ ചെലവഴിക്കുവാനും അങ്ങ് അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, അടിയങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതലുള്ള പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാൻ അങ്ങ് സഹായിച്ച് അങ്ങയുടെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച് അങ്ങയ്ക്ക് വേണ്ടി നിലനിൽപ്പാൻ അങ്ങ് സഹായിക്കണം. അടിയങ്ങളുടേതായ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെയും അങ്ങ് അവിടുന്ന് ക്ഷമിക്കണമേ. അരുമരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. പൊന്നു ദൈവമേ.